പഠനകാലത്ത് വിദ്യാർത്ഥികൾ എല്ലാ വിധത്തിലുമുള്ള സെക്ഷൽ ആക്ടിവിറ്റികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ ബ്രഹ്മചര്യം എന്നാണ് പണ്ടുള്ളവർ വിളിച്ചിരുന്നത്. മറ്റൊന്നിലേക്കും ഡിസ്ട്രാക്റ്റഡ് ആകാതെ പഠനത്തിലും ആരോഗ്യത്തിലും മാത്രം ഫോക്കസ് കൊടുക്കുന്നതിനാണ് വിദ്യാർത്ഥികൾ ബ്രഹ്മചര്യം പാലിച്ചിരുന്നത്. അതുകൊണ്ട് ഏറ്റവും ബ്രൈറ്റായ വിദ്യാർത്ഥികൾ അതിലൂടെ ഉണ്ടായി വന്നു. അഥർവവേദത്തിൽ പറയുന്നത് ബ്രഹ്മചര്യം കൊണ്ടാണ് കന്യകൾ മെയ്ഡൻസ് യോഗ്യരായ യുവാക്കളെ ഭർത്താവായി തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ്. അതായത് യുവതികൾ പ്രിമാരിറ്റൽ റിലേഷൻഷിപ്പുകൾക്ക് അവൈലബിൾ ആയിരുന്നില്ല എന്നാണല്ലോ അതിനർത്ഥം. മാത്രമല്ല അവർ തങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരുന്നു. ആ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരെ മാത്രമാണ് അവർ വിവാഹം കഴിച്ചിരുന്നത്. സ്വയംവരം എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. രാജകുമാരികൾ രാജകുമാരന്മാരിൽ നിന്നും യോഗ്യരായവരെ സെലക്ട് ചെയ്ത് വിവാഹം കഴിക്കുന്ന ആ രീതിയൊക്കെ ഈ ഒരു സമ്പ്രദായത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നർത്ഥം. സോഷ്യൽ സിസ്റ്റം തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള യുവാക്കളെ ഡിമാൻഡ് ചെയ്തിരുന്നു എന്നർത്ഥം. സ്വാഭാവികമായും ആ ഡിമാൻഡിലേക്ക് ഉയരാൻ അവർ, അതായത് യുവാക്കൾ, നന്നായി പഠിക്കുകയും നല്ല കരിയർ ബിൽഡ് ചെയ്യുകയും വലിയ ഉയരങ്ങളെ അച്ചീവ് ചെയ്യുകയും ചെയ്തു. അത് സൊസൈറ്റിക്കും ഗുണം ചെയ്യുമല്ലോ. ഇത്തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാവുന്ന ഒരു സമൂഹം വളരെ കെട്ടുറപ്പുള്ളതായിരിക്കും. ഇതിന് നേരെ തിരിച്ച് സെക്സ് ഫ്രീലി അവൈലബിൾ ആയ ഒരു സൊസൈറ്റിയിൽ എന്തായിരിക്കും സ്ഥിതി? മരം കയറി ചെന്ന് പറിച്ചെടുക്കേണ്ട ഫ്രൂട്ട്സ് താഴെ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് തന്നാൽ പിന്നെ ആരെങ്കിലും മരം കയറാൻ നിൽക്കുമോ? അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നേരത്തെ പറഞ്ഞ ഉയർന്ന സ്റ്റാൻഡേർഡുകൾ ഉണ്ടാകില്ല. അത് മീറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ആളുകളും ഉണ്ടാവില്ല. മീഡിയോക്രിറ്റി ബിക്കംസ് ദ നോം. സ്വാഭാവികമായും സൊസൈറ്റിയുടെ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ സമൃദ്ധി ഇല്ലാതായിത്തീരും. സൊസൈറ്റി തകരും.